നമ്മുടെ ബിന്ദു കൃഷ്ണ കൊല്ലത്ത് നിന്നുള്ള MLA ആണ്. മന്ത്രി ഇന്നൊരു വെളിപ്പെടുത്തൽ നടത്തുകയാണ്, അല്ലെങ്കിൽ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടയിൽ പറഞ്ഞു പോകുന്ന ഒരു ചെറിയൊരു കാര്യമുണ്ട്. എന്റെ വിഷ്വൽസ് പോലും തലയില്ലാതെ സൂം ചെയ്ത് റീലുകളായി അവിടെ ഇവിടെയും ഇടുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ മന്ത്രിക്ക് ഈ അവസ്ഥയാണെങ്കിൽ സാധാരണക്കാരായ നമ്മൾ സ്ത്രീകളുടെ അവസ്ഥ കേരളത്തിൽ എത്രത്തോളം സുരക്ഷയാണ് നമുക്ക് ലഭിക്കുന്നത്? സത്യം, നമുക്ക് എവിടെയും പോകാനുള്ളൊരു ഭയം ഇപ്പോഴും ഉണ്ട്. അത് എത്ര കാലം കഴിഞ്ഞാലും സ്ത്രീകൾക്ക് പുറത്തു പോകാനുള്ള ഒരു പ്രശ്നമുണ്ട്. അതായത് ഇപ്പം പുറത്തു പോയി സ്ത്രീകൾക്കൊരു പ്രശ്നം ഉണ്ടായാലും അവിടെയും തെറ്റ് സ്ത്രീകൾക്ക് തന്നെയാണെന്നാണ് പറയാറ്. ഇപ്പം മന്ത്രി ബിന്ദു കൃഷ്ണ പറഞ്ഞ പോലെ അവരൊരു മന്ത്രിയാണ്, ഹയർ പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് പോലും നോക്കാതെയാണ് ആ വീഡിയോ എടുത്തതും പ്രചരിപ്പിക്കാൻ നോക്കിയതുമൊക്കെ. അപ്പം സാധാരണക്കാരുടെ അവസ്ഥയോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. നമ്മൾ സത്യത്തിൽ ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യയിൽ കേരളത്തിൽ പോലും എങ്ങും എത്താൻ പറ്റാത്തൊരവസ്ഥയാണ്. ഒരു ഭയമാണ് എല്ലാവർക്കും. അതെ, തീർച്ചയായിട്ടും. ഈ സ്ത്രീകളെ ആർക്കും എന്തും പറയാം, അല്ലെങ്കിൽ എന്തും ചെയ്യാം എന്നുള്ളൊരു രീതിയുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ മാധ്യമ പ്രവർത്തനം ചെയ്യുന്നവരാണ്, ഇപ്പോൾ പൊളിറ്റിക്സിനെ പറ്റിയും മറ്റേതൊരു ടോപ്പിക്കിനെ പറ്റിയും സംസാരിക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ നമ്മുടെ ചാനൽ തന്നെ എടുത്തു നോക്കാം. ഇപ്പൊ ഞാനും രോഹിത്തേട്ടനും പൊളിറ്റിക്കലി എന്ത് സ്റ്റാൻഡും പറയുന്നവരാണ്. നമുക്ക് നമ്മുടേതായ സ്റ്റാൻഡുണ്ട്, ഇത് സംസാരിക്കുന്നവരാണ്. ഇപ്പോൾ ഞാനും ഒരു പുരുഷനുമായിട്ട് എടുക്കുന്ന ഒരു ചർച്ചയാണെങ്കിൽ അതിൻ്റെ താഴെ ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക്, അല്ലെങ്കിൽ ഒരു പെൺകുട്ടി പറയുന്ന കാര്യങ്ങൾക്ക് വളരെ മോശമായിട്ട് കമന്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ പറയാം. ഇപ്പോൾ ഞാനിരുന്ന് പറയുന്ന കാര്യങ്ങൾ കേരളത്തിലെ എല്ലാ മലയാളികളും അങ്ങ് അംഗീകരിക്കണം, ഞാൻ പറയുന്നതാണ് ശരിയെന്ന് പറയുന്ന ഒരാളല്ല ഞാൻ. ഇപ്പൊ എനിക്കിപ്പം എന്നെ അംഗീകരിക്കാൻ കഴിയാത്ത, ഞാൻ പറയുന്ന ആശയങ്ങളെ അംഗീകരിക്കാൻ കഴിയാത്ത ചിലപ്പോൾ 90% ആൾക്കാരും ഉണ്ടാകാം. പക്ഷെ ഇതിനെല്ലാം ആശയപരമായിട്ടാണ് നേരിടേണ്ടത്. ഞാൻ ഈ പറയുന്ന കാര്യം ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുട്ടി പറഞ്ഞ അല്ലെങ്കിൽ മേഘ പറഞ്ഞ തെറ്റാണ്, താങ്കൾ ഇരുന്ന് പറയുന്നത് ശരിയല്ല എന്ന് പറയുന്നതിനേക്കാൾ ഉപരി വളരെ ലൈംഗിക ചുവയോടെ സംസാരിക്കുന്ന ഒരുപാട് പുരുഷന്മാരെ ഈ കമന്റ് ബോക്സുകളിൽ കാണാം. ഇവർക്കൊക്കെ എന്ത് ആനന്ദമാണ് കിട്ടുന്നത് എന്നാണ് മനസ്സിലാകാത്തത്. ഒരു പെൺകുട്ടിയോട് എന്തെങ്കിലും, അല്ലെങ്കിൽ ഒരു സ്ത്രീയോട് എന്തെങ്കിലും വിരോധമോ വിദ്വേഷമോ, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന പ്രവൃത്തികളോട് അഭിപ്രായ വ്യത്യാസമോ ഉണ്ടെങ്കിൽ അവരെ ലൈംഗികതയുമായി കൂട്ടിച്ചേർത്താണോ സംസാരിക്കേണ്ടത്? ഇപ്പൊ മന്ത്രി പറഞ്ഞൊരു കാര്യമാണ്, എന്റെ തല മാറ്റി സൂം ചെയ്ത് അവിടെ എവിടെയും വീഡിയോസ് ഇടുന്നു. പല സ്ത്രീകളുടെയും നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഉയർത്തുന്ന വലിയൊരു പ്രശ്നമാണ് ഈ ബസ്സുകളിൽ വെറുതെ നിൽക്കുന്ന സ്ത്രീകൾ, അല്ലെങ്കിൽ നടന്നു പോകുന്ന സ്ത്രീകളുടെ വീഡിയോസ് എടുത്ത് പല ഗ്രൂപ്പുകളിലും ഇടുന്നു. ഇത് പർച്ചേസ് ചെയ്യാൻ വരെ ആൾക്കാരുണ്ടാകുന്നു. അപ്പോൾ ഒരു തലത്തിൽ പറഞ്ഞാൽ വലിയൊരു ലൈംഗിക വൈകൃതം, അല്ലെങ്കിൽ സ്ത്രീകളെ എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം എന്നുള്ളൊരു ചിന്ത പലർക്കും ഉണ്ടാകുകയാണ്. അത് 21ാം നൂറ്റാണ്ടായിട്ടും ആർക്കും ആ ഒരു ചിന്ത മാറിയിട്ടില്ലെന്നാണ്. ഇപ്പം നമുക്കൊരു കാര്യം എടുത്താൽ, ഇപ്പോൾ ഒരു ബസ്സിൽ ഒരു സ്ത്രീ ഒരു മോശം അനുഭവം നേരിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റ് മിക്കതും ആ സ്ത്രീക്കെതിരെയായിരിക്കും. അവളിട്ടിരുന്ന ഡ്രസ്സിൻ്റെ നീളവും ഇറക്കവും ഒക്കെ ആയിരിക്കും ആൾക്കാർ ചിന്തിക്കുക. പക്ഷെ അതിൽ ചിലർ മാത്രമേ ഉള്ളൂ സപ്പോർട്ട് ചെയ്യുന്നവരെയും തെറി പറയാൻ ആൾക്കാർ വരാറുണ്ട്. അപ്പം ഇന്നത്തെ നമ്മൾ സ്ത്രീകൾ ഒന്നും സേഫ് അല്ല, ഇന്ന് എവിടെയും സേഫ് അല്ല. അതിന് എത്ര കാലം എടുക്കും അത് നന്നാവാനെന്ന് ചിന്തിച്ചു പോവുകയാണ്. അതെ, ഇപ്പൊ ഈ കമന്റ് ബോക്സ് കാണുകയാണെങ്കിലും, അല്ലെങ്കിൽ ഈ റീലുകൾ കാണുകയാണെങ്കിലും നമുക്കങ്ങ് തോന്നിപ്പോയി ഇനി ഇത് ഇങ്ങനെ മാറാൻ പോകില്ലായിരിക്കും. ഒരു പോയിന്റ് കഴിയുമ്പോൾ നമുക്ക് തന്നെ തോന്നും ഓക്കെ ഇനി ഇങ്ങനെ ആയിരിക്കും, ഇനി ഇത് മാറില്ലായിരിക്കും എന്നുള്ളൊരു തോന്നൽ ഉണ്ടാകുന്നത് തന്നെ ഭയങ്കര ബാഡ് സിറ്റുവേഷൻ ആണ്. ഇപ്പോൾ സർക്കാർ എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാലും ആൾക്കാരുടെ മൈൻഡ് സെറ്റിനൊരു മാറ്റം ഉണ്ടാകണം. ഇപ്പോൾ നമ്മുടെ മന്ത്രിക്ക് ആ പൊസിഷനിൽ ഇരുന്ന് ഇത് ഓപ്പൺ ആയിട്ട് പറയാനുള്ളൊരു പ്രിവിലേജ് ഉണ്ട്. ഇപ്പോൾ മറ്റൊരു സ്ത്രീക്ക്, അല്ലെങ്കിൽ ഒരു സാധാരണ ജീവിതം നയിക്കുന്ന ഒരു സ്ത്രീക്ക് ഇത്തരത്തിൽ ഒരാളിന്റെ ഫോട്ടോ എടുത്തു അല്ലെങ്കിൽ വീഡിയോ എടുത്തു എന്ന് കുടുംബത്തിൽ പോലും പറയാൻ കഴിഞ്ഞുവെന്ന് വരില്ല. കാരണം അത് അവരെങ്ങനെ എടുക്കുമായിരിക്കും, എന്നെ മോശക്കാരിയായി ചിത്രീകരിക്കുമോ എന്നുള്ളൊരു ഭയം ഉണ്ടാകും. അപ്പോൾ ഇപ്പം ഞാനും ആതിരയാണെങ്കിൽ പോലും ഒരു മോശം അനുഭവം ഉണ്ടായാൽ തുറന്നു പറയാൻ നമുക്ക് ധൈര്യം ഉണ്ടാകും. പക്ഷെ എത്ര പേർക്ക് ആ ധൈര്യം ഉണ്ടാകും? അപ്പോൾ നമ്മുടെ മന്ത്രി പറയുന്നത് ഇതിനെ പറ്റിയൊക്കെ നമ്മൾ പരാതി കൊടുക്കണം. അപ്പൊ പണ്ടൊക്കെ നമ്മൾ പരാതി കൊടുത്താൽ ചിലപ്പോൾ ഈ കേസ് എങ്ങും എത്തില്ലായിരിക്കാം. പക്ഷെ ഇന്ന് ഒരു സൈബർ കുറ്റവാളി അല്ലെങ്കിൽ സൈബർ കുറ്റകൃത്യം നടത്തുന്നു, നമ്മുടെ ഫോട്ടോസ് അനാവശ്യമായി പ്രചരിപ്പിക്കുന്നു, അങ്ങനെ ഒരു ഘട്ടം ഉണ്ടാവുകയാണെങ്കിൽ കൃത്യമായി കേസ് കൊടുത്താൽ അവർക്കെതിരെ ശിക്ഷാ നടപടി ഉണ്ടാകും. നമ്മൾ റീലുകളിൽ കാണുന്നുണ്ട് പെൺകുട്ടികൾക്ക് കൃത്യമായി മോശം കമന്റ് ഇടുന്നവരെ ഫേക്ക് അക്കൗണ്ടുകളാണെങ്കിൽ പോലും കൃത്യമായി കണ്ടെത്തി ഇതിനെതിരെ പരാതി കൊടുത്ത് ഇയാളെ കണ്ടെത്തിയാളുടെ മുന്നിൽ കൊണ്ട് നിർത്തി കൊടുക്കും. ഇത്തരം നിയമങ്ങൾ ഇവിടെ ഉണ്ട്. ഈ പറഞ്ഞ നമ്മൾ കേസ് കൊടുക്കുന്ന ആളുടെ ഐഡന്റിറ്റി പോലും വെളിപ്പെടുത്തില്ല. ഇപ്പോൾ സൈബർ ഡിപ്പാർട്ട്മെന്റ് ഹെഡായിരുന്ന നമ്മുടെ ശ്രീജിത്ത് IPS സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, ആരെയും വെറുതെ വിടില്ല, ധൈര്യമായിട്ട് കേസ് കൊടുത്തോളൂ, ആരെയും വെറുതെ വിടില്ല എന്ന് പറയുന്നുണ്ട്.
അപ്പൊ ഞാൻ സംസാരിക്കുമ്പോഴും ഞാനിത് പറഞ്ഞായിരുന്നു, സാർ ഞാനിങ്ങനെ വീഡിയോസിന്റെ താഴെ ഇങ്ങനെ ഒന്ന് വെറുതെ തെറി വിളിക്കുന്നതോ പോട്ടെ, ഈ ലൈംഗിക ചുവയോട് സംസാരിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്, എന്റെ കുടുംബത്തിലിരിക്കുന്ന ആൾക്കാരെ പറയേണ്ട എന്ത് ആവശ്യമാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഇതിന്റെ ഐഡിയും ഇതിന്റെ ഡീറ്റെയിൽസും തന്നാൽ കൃത്യമായിട്ട് ഇയാളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ഈ കമന്റ് ഇടുന്നവരും ഈ വീഡിയോ ഷെയർ ചെയ്യുന്നവരും മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഫോണിന് പിന്നിൽ ഒളിച്ചിരിക്കാമെന്ന് വിചാരിക്കുന്ന കാലം കഴിഞ്ഞു. ഇത് കൃത്യമായി പൊതു മധ്യത്തിൽ തന്നെ നിങ്ങളെ കൊണ്ടു നിർത്തി കുറ്റക്കാരാണെന്ന് കണ്ടുപിടിക്കുകയും വീട്ടുകാരെ അറിയിക്കുകയും ചെയ്യും. ഇതിലെ ഏറ്റവും വലിയ അലാമിംഗ് ആയിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത്, ഇത്തരത്തിൽ കമന്റ് ഇടുന്ന അല്ലെങ്കിൽ വീഡിയോസ് ഷെയർ ചെയ്യുന്നത് 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുമുണ്ട്. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിൽ സ്ത്രീകൾ ലൈംഗിക അവയവങ്ങളാണ് അല്ലെങ്കിൽ ലൈംഗിക ഒബ്ജക്ട്സ് ആണ് എന്ന് ചിന്തിക്കുന്ന വലിയൊരു ശതമാനം ആൾക്കാരുണ്ട്. ഇവരെല്ലാം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾ നിയമത്തിന് മുന്നിൽ എത്തപ്പെടും, ഇത് ശരിയല്ല. സ്ത്രീകൾ എന്നും ഈ പറയുന്ന സെക്ഷൽ ഒബ്ജക്റ്റുകളല്ല, അവർക്കും അവരുടേതായ ജീവിതമുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത് തിരിച്ചു നടക്കുന്നില്ല. പുരുഷന്മാര് വെറുതെ നടക്കുന്ന വീഡിയോ എടുത്ത് എവിടെയെങ്കിലും ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ പുരുഷന്റെ തല മാറ്റി ബോഡിയുടെ വിഷ്വൽസ് എടുത്തിടുക, ഇതൊന്നും ചെയ്യുന്നില്ല. ചെയ്താൽ തന്നെയും അത് നമ്മൾ കാണാറുണ്ട്. ഈ പുരുഷന്മാർ ഒരു സ്ത്രീ പുരുഷനെ പീഡിപ്പിച്ചു അല്ലെങ്കിൽ ലൈംഗികമായി ഉപദ്രവിച്ചു എന്നുള്ളൊരു വീഡിയോ കണ്ടാൽ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് കണ്ടാൽ അതിന്റെ താഴെ വരുന്ന കമന്റുകൾ എന്ന് പറയുന്നത് ഓ അവന്റെ ഭാഗ്യം എന്നൊക്കെയാണ്. അപ്പോൾ ഇത് കാണുന്ന ഇതിന്റെ അപ്രോച്ചിൽ ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ സ്ത്രീയെ മോശക്കാരിയാക്കിയും പുരുഷനെ വലിയ എന്തോ വീരനാക്കിയും കാണിക്കുന്ന ഈ ഒരു ആറ്റിറ്റ്യൂഡിലും ഒരു ഡിഫറൻസ് ഉണ്ടാകണം. പിന്നെ സ്ത്രീകൾ മനസ്സിലാക്കേണ്ട കാര്യം, നിയമം നമുക്കൊപ്പമാണ്. നമ്മൾ ഉപദ്രവിക്കപ്പെടുകയാണ് അല്ലെങ്കിൽ സൈബർ ഇടത്തിൽ പോലും ഉപദ്രവിക്കപ്പെടുകയാണെങ്കിൽ നിയമത്തിന്റെ വഴിയെ പോയാൽ നമുക്ക് എപ്പോഴും പരിരക്ഷ ഉണ്ടാകും. അപ്പോൾ നമ്മുടെ നിയമങ്ങൾ നമ്മൾ കൃത്യമായി ഉപയോഗിക്കുക എന്നുള്ളതാണ്. മന്ത്രി ബിന്ദു കൃഷ്ണ ഇത് പറഞ്ഞപ്പോൾ തന്നെ ഇതിന്റെ അടിയിലും കുറെ മോശം കമന്റ്സ് വന്നിട്ടുണ്ട്, അവർക്കെതിരെ വന്നിട്ടുണ്ട്. ഇതൊന്നും എങ്ങും നിൽക്കാൻ പോകുന്നില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇപ്പൊ മുമ്പേ പറഞ്ഞ പോലെ നമുക്ക് സ്ത്രീകൾക്കായിട്ട് ഒരുപാട് നിയമങ്ങളും നിയമവശങ്ങളും ഉണ്ടെങ്കിലും അത് നല്ല രീതിയിലും കൊണ്ടുപോകണം. അതായത് ഇപ്പം പലരും ഉണ്ട്, അത് മോശം രീതിയില്ല, സ്ത്രീകൾക്ക് ആനുകൂല്യം ഉണ്ടെന്നുള്ളത് വെച്ച് വ്യാജ പരാതികൾ കൊടുക്കുന്നവരുണ്ട്. അതുകൊണ്ടാണ് മിക്കവരും ഇപ്പം പരാതി വന്നു കഴിഞ്ഞാൽ അത് സത്യമാണോ കള്ളമാണോ എന്ന് രണ്ടാമതൊന്നും ചിന്തിച്ചു പോകുന്ന അവസ്ഥ വന്നത്. അതായത് നിയമം നമ്മൾക്ക് വേണ്ടിയാണ്, പക്ഷെ ആ നിയമത്തെ നല്ല രീതിയിൽ ഉപയോഗിക്കുക എന്നും കൂടെ ചെയ്യണം. എന്നാലേ നാളെ നമുക്കെന്തെങ്കിലും പ്രശ്നം വന്നാലും ആൾക്കാർ വിശ്വസിക്കുകയുള്ളൂ. അല്ലാതെ ഇപ്പം മന്ത്രി ഇപ്പൊ പറഞ്ഞതുപോലെ അങ്ങനെ ജെന്യുവൻ ആയിട്ടുള്ള കാര്യത്തിന് അല്ലെങ്കിൽ അതിന് മാത്രമായിട്ട് കേസ് കൊടുക്കുക അല്ലെങ്കിൽ കേസിന് വേണ്ടി പോവുക, അല്ലാതെ മറ്റുള്ളവരോട് ശത്രുത വെച്ച് അല്ലെങ്കിൽ ദേഷ്യം കൊണ്ട് ഇതിൽ പോവാതിരുന്നു കഴിഞ്ഞാൽ അത് നമുക്ക് തന്നെ തിരിച്ചടിയാവുകയാണ്. അതെ, തീർച്ചയായിട്ടും. ഈ ഫോൾസ് ആയിട്ടുള്ള അലിഗേഷൻസ് വരുമ്പോൾ ശരിക്കും സത്യമായിട്ടുള്ള കേസുകളുടെ മെറിറ്റും കൂടിയാണ് നഷ്ടപ്പെടുന്നത്. അത്തരത്തിൽ ശരിക്കും ഒരു പെൺകുട്ടി വന്ന് വെളിപ്പെടുത്തിയാൽ പോലും നീ കള്ളം പറയുമല്ലേ എന്ന് പറയുന്ന ഒരു സമൂഹത്തെ ബിൽഡ് ചെയ്യാൻ അത് ശ്രമിക്കും. പിന്നെ ഈ ഏതൊരു കേസാണെങ്കിലും, ഒരു കൊലപാതക ശ്രമമാണെങ്കിലും, ഒരു കൊലപാതകമാണെങ്കിലും, പീഡനമാണെങ്കിലും, ഈ പറഞ്ഞ വസ്തുതർക്കങ്ങളാണെങ്കിലും, എല്ലാ കേസുകളിലും ഈ പറഞ്ഞ ലൂപ്പ് ഹോൾസ് വ്യാജ പരാതികളും ഉണ്ട്. അതുകൊണ്ട് സ്ത്രീകളെല്ലാം വ്യാജ പരാതികൾ കൊടുക്കുന്നവരാണെന്ന് പറയുന്നിടത്തും ഒരു തെറ്റുണ്ട്.